കോഴിക്കോട് ജില്ലയിൽ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 116 പേർ. നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 499 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. മലപ്പുറം ജില്ലയിൽ 203 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് നിലവിലെ സാഹചര്യം? സമീർ, ഉന്മേഷ്, സ്മിത, നിപ്പ ഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയത്. അവരിപ്പോഴും ICUവിലാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവരുടെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറം മങ്കടയിൽ മരിച്ച ആ യുവതി, അവരുമായിട്ടുള്ള സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 499 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും അധികം പേരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് ഏറ്റവും അധികം പേർ എന്ന് പറയുമ്പോൾ 203 പേരാണ് അവിടെയുള്ളത്. 178 പേർ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 116 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. എറണാകുളത്ത് 2 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 2 പേരാണ് ICUവിൽ കഴിയുന്നത്. 11 പേർ ചികിത്സയിലുണ്ട്. അതിൽ 2 പേർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരിപ്പോൾ ICUവിലാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന കണക്കനുസരിച്ച് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ പെടുന്ന 29 പേരുണ്ട്. അതുപോലെ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിൽ 117 പേരുണ്ട് എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 56 ഫലങ്ങൾ നെഗറ്റീവാണ് എന്നുള്ളതാണ്. അതിലേറ്റവും അധികം ഫലങ്ങൾ വന്നത് മലപ്പുറത്തു നിന്നാണ് എന്നുള്ളതും ആശ്വാസം നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കട സ്വദേശിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ 4 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. അതിലിപ്പോൾ ഇളവ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ പോസിറ്റീവ് കേസുകളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും ആശങ്ക തുടരുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ആ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.